ചന്താവലി നെക്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇത് കെം ചന്താവലി ആന്റിക് നെക്ലസ് ആണ്. ഇതും അതുപോലെ തന്നെ ഈക്വലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചോക്കറാണ്. ഇത് നമുക്ക് ബേസിക്കലി നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത്. നമുക്ക് ത്രെഡ് വന്നു കഴിയുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാൻ. നമുക്ക് ഇതേപോലെ ദൂരെ നോക്കുമ്പോഴും നമ്മൾ ആക്ച്വലി ഒരു പക്ക എന്താ പറയുക ഒരു ട്രഡീഷണൽ സാധനം ഇട്ടേക്കുന്ന ലുക്കല്ല, ഒരു വെസ്റ്റേൺ സാധനം ഇട്ടേക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പിന്റെ കൂടെ പോലും നിങ്ങൾക്ക് ദൂരെ നോക്കുമ്പോൾ ചേരുന്നതായിട്ട് തോന്നുന്നില്ല. ഇറ്റ് സൂട്ട്സ്. ഇതൊക്കെ ഒരു ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് ആണ് സംഗതി. പക്ക ഒരു ഇന്ത്യൻ വെയറിന്റെ കൂടെ മാത്രമേ ഇടാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പല ഷൂട്ടിനൊക്കെ ഇത് യൂസ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ലുക്സ് എ ലിറ്റിൽ വെസ്റ്റേൺ ആസ് വെൽ. ഒരു ഫ്യൂഷൻ ആയിട്ടുണ്ട് മൊത്തത്തിൽ. ആൻഡ് ഇതിന് നമുക്ക് സ്റ്റാർട്ട് ഇയറിംഗ്സ് ആണ് വരുന്നത് ഇതുപോലുള്ള ആന്റീക് ഷെയ്ഡിൽ വിത്ത് കെം സ്റ്റോൺ. അയ്യോ, അടുത്തത് വന്നിട്ട് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ്. ഇതിനകത്ത് മീനാക്കാരി വർക്കാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ തന്നെ സെയിം ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഇതിന്റെ റെഡ് ആൻഡ് ഗോൾഡ് വേർഷൻ ആണ്. ഇതിന് നമുക്ക് കുഞ്ഞ് സ്റ്റഡ് ഇയറിംഗ്സ് ആണ് വരുന്നത്. കാണിച്ചു തരാം. ഇതേപോലുള്ള കുഞ്ഞ് സ്റ്റഡ് ഇയറിംഗ്സ് ആണ് വരുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ നെക്ലസ്. അടുത്തതും ഇതേപോലുള്ള എനാമൽ നെക്ലസ് ആണ്. അടിയിൽ ഇതുപോലെ ഹാഫ് മൂണിന്റെ ഒരു ഷേപ്പാണ് വരുന്നത്. ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് അതിന്റെ പേർപ്പിൾ ഷെയ്ഡാണ്, വിച്ച് ഇസ് എ ലവ്ലി ആൻഡ് എ വെരി റെയർ ഷെയ്ഡ്. ബിക്കോസ് നമുക്ക് അധികം പേജുകളിൽ ഇതുപോലത്തെ ഒരു പാലക്ക കൈൻഡ് ഓഫ് ഒരു എനാമൽ നെക്ലസ് പേർപ്പിൾ ഷെയ്ഡിലൊന്നും കാണാൻ പറ്റത്തില്ല. ദിസ് ഇസ് എ വെരി റെയർ കളർ ദാറ്റ് ഐ എം വെയറിംഗ്. ഇതാണ് അതിന്റെ ഇയറിംഗ്സ് വരുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതാണ് അതിന്റെ പേർപ്പിൾ ഷെയ്ഡ്. ഇതുപോലത്തെ കുഞ്ഞു സ്റ്റഡ് ഇയറിംഗ്സ് ആണ് വരുന്നത്. നമുക്ക് ഈ അടിപൊളി നെക്ലസിന്റെ തന്നെ വി ഹാവ് ഇറ്റ് ഇൻ സഫയർ ബ്ലൂ. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ക്ലിയർ. സഫയർ ബ്ലൂ ഷെയ്ഡ്. അതേപോലെ വി ഹാവ് ഇറ്റ് ഇൻ റൂബി റെഡ് ആൻഡ് എമറൽഡ് ഗ്രീൻ. ഈ മൂന്ന് ഷെയ്ഡ്